ജാതിക്കാമല അംഗൻവാടി കെട്ടിടത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പ്രസ്തുത പരിപാടി ബഹുമാന്യനായ കടുത്തുരുത്തി MLA ശ്രീ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സർ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസ്തുത പരിപാടിയിൽ ശ്രീമതി വാർഡ് മെമ്പർ ജെയ്മോൾ ജോർജ് അധ്യക്ഷത വഹിക്കുകയും കാരിക്കോട് നാട്ടൊരുമ പ്രസിഡന്റ് ബഹുമാന്യനായ ജോബി ജോസഫ് മാങ്കോട്ടിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ പ്രസ്തുത പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നതുമാണ്. ഈ സ്നേഹമേ സാദരം ദേവാ സർവജഗദീശ്വര ഹൃദയത്തിന് സന്തോഷം തരുന്ന അസുലഭമായ നിമിഷങ്ങളിൽ ഒന്നാണ്. നമ്മുടെ സമൂഹത്തിൽ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നന്മ നാം കൊടുക്കുന്ന സന്ദർഭം. അത്തരത്തിൽ ഒരു ധന്യമായ നിമിഷത്തെ വരവേൽക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് സർവേശ്വരന് നന്ദി പറയുകയാണ്. കീഴൂർ ജാതിക്കമല കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ പഠനത്തിൽ വളരെ ഉത്സാഹത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിന് പലപ്പോഴും പലവിധമായ പരിമിതികൾ പ്രതിസന്ധിയായി തീരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള അർഹതപ്പെട്ട ആളുകൾ നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും സമൂഹത്തിന് പലപ്പോഴും അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച യാത്രയിൽ നമ്മൾ അതിന് വഴിപ്പെടാറുമില്ല. എന്നാൽ അർഹതപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. നോട്ട്ബുക്ക് ഉണ്ടാകണം, കൂടെ ഉണ്ടാകണം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം പണം വേണം. സാമ്പത്തികമായിട്ട് എല്ലാവരും വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന സമയമാണ്. പക്ഷെ ഇതെല്ലാം കണ്ടെത്തിയേ പറ്റുള്ളൂ. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, അവരവരുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ പറ്റും. എന്നാൽ അതിന് കഴിയാത്ത ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു കൈത്താങ്ങാകുക, ഒരു സഹായം ഉണ്ടാവുക എന്ന് പറയുന്നത് സമൂഹം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇവിടെ നമ്മുടെ സംഘാടകർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇതിന് നേതൃത്വം നൽകാൻ മുന്നോട്ട് വന്ന നാട്ടൊരുമയുടെ പ്രസിഡന്റ് ജോബി ജോൺ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അംഗൻവാടി ടീച്ചറടക്കം പാസ്റ്റർമാരടക്കം ഇതിനോട് സഹകരിച്ച എല്ലാവരും കാര്യമായി തന്നെ സഹകരിക്കുകയുണ്ടായി. സർവോപരി പ്രിയങ്കരായ നമ്മുടെ വാർഡ് മെമ്പർ ജെയ്മോൾ ജോർജ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നേതൃത്വപരമായി പങ്കും ഇക്കാര്യത്തിലുണ്ടായിരുന്നു. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ നിരവധി പേര് പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പഠിച്ചു മിടുക്കലാവുക എന്നുള്ളതാണ്. പഠനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനും പഠനത്തോടൊപ്പം പാഠ്യേതരമായ കാര്യങ്ങൾ പൂർണ്ണമായി അനുമോദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യും. താങ്ക് യു. മഴയുടെ മൂർധന്യതയിലാണെന്നും ഈ സ്കൂൾ തുറക്കുന്ന വേളയിൽ ഈ കുട്ടികൾക്ക് ഈ പഠനോപകരണം വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ സംഘാടക സമിതിക്കും ഇവിടെ എത്തി ഈ അവാർഡ് ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾക്കും വിശിഷ്യ ഡിഗ്രിക്ക് 8ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട സഹോദരിക്കും ഇന്നിതിന് ഈ സംഘാടക സമിതി ഇതിനൊരു അവസരം നൽകിയതിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയേറെ സന്തോഷിക്കുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രോത്സാഹനമാണ്. ഒന്നാമത് നമ്മുടെ ഒരു റാങ്ക് ജേതാവ് കൂടെയുണ്ട്. അത് നമ്മുടെ മുളക്കുളം പഞ്ചായത്തിന്റെ വിജയമാണ്. ആ മോൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്ത കോഴ്സ് കഴിയുമ്പോഴും ഇതുപോലെ ഈ റാങ്ക് കിട്ടുന്നുള്ളത് ഒന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണമെന്ന് സംബന്ധിച്ച് ഈ നാട്ടിലെ ചെറിയ കാര്യങ്ങൾ പോലും ഇടപെട്ട് മനുഷ്യത്വത്തിന്റെ പക്കൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന
ഒരു വികസന പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. ജീവകാരുണ്യ മേഖലയിൽ എല്ലാം പ്രവർത്തിക്കുന്ന പ്രിയ രാജചേട്ടൻ, പ്രിയപ്പെട്ട അശോക് കുമാർ, പ്രിയപ്പെട്ട പാസ്റ്റർമാര്, എല്ലാവരുടെയും പേര് എനിക്കറിയില്ല, എങ്കിൽ പോലും ബഹുമാന്യരായ പാസ്റ്റർമാരും ഇതിനകത്ത് സഹകരിക്കുന്നതിൽ വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു. ഞാൻ വളരെ ടീച്ചർ റിലേഷൻഷിപ്പാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളും മാതാപിതാക്കളും എപ്പോഴും ഇങ്ങനെ കടിച്ചു കീറി നിൽക്കുന്ന. അടുത്ത കാലത്ത് ഞാൻ ഡോക്ടർ പി സരിന്റെ ഒരു വേദി ഇതുപോലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒരു വേദി ഇതുപോലെ പങ്കിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സന്ദേശം എൻ്റെ ഉള്ളിൽ ഞാൻ കുറിച്ചിട്ടു. അത് ഇങ്ങനെയാണ്: ഒരിക്കലും തിന്മയും നന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമല്ല സമൂഹത്തിലുള്ളത്. സമൂഹത്തിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. നന്മയ്ക്ക് പോരാടേണ്ട കാര്യമില്ല. നന്മ ഉൾക്കൊള്ളുന്ന ആളുകൾ സമൂഹത്തിൽ ധാരാളമുണ്ട്. ചെറിയ തിന്മ, നമ്മുടെ ആളുകൾ സാധാരണ പുകല് മുറുക്കുന്നവരോ വെറ്റില മുറുക്കുന്നവരോ ബീഡി വലിക്കുന്നവരോ ഒക്കെയായ ആളുകളെ നമുക്ക് കാണാം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ കടമെടുത്ത് ഞാൻ പറയുകയാണ്. അവിടെ നിന്ന് പഠിച്ച് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസങ്ങൾ നേർന്നുകൊണ്ട് നമുക്കറിയാം, പ്രാസംഗികൻ പറഞ്ഞതുപോലെ MDMA എന്ന് പറഞ്ഞ ഡിഗ്രി പോലുള്ള നമ്മൾക്ക് കേൾക്കത്തക്ക രീതിയിലുള്ള മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെയും അടിമപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അതിലേക്ക് പോകാതെ കുഞ്ഞുങ്ങളെ പാകപ്പെടുത്തി പരിജ്ഞാനത്തിൽ വളർത്തുവാൻ നമ്മൾ ഓരോരുത്തരും, ടീച്ചർമാർ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അതിനായിട്ട് ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഇന്നലെ ഒരു ഉച്ചയോട് കൂടിയാണ് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടായത്. രാത്രിയിലാണ് പാസ്റ്ററിനെ വിളിച്ചത്. ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ അംഗൻവാടി വെച്ച് നടത്തുന്നതിന് ടീച്ചറിന് എതിർപ്പുണ്ട്. വേടന്റെ പാട്ടുകൾ എങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ എത്തിയത്? അത് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. പറയാൻ വേദികളില്ലായിരുന്ന പലർക്കും വേദികൾ ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ മീഡിയ. അപ്പൊ എന്താ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ അതിശക്തമായ ഒരു മാധ്യമമാണ്. അത് സാധാരണ മാധ്യമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ രാജ്യത്ത് ഒരു നാട്ടൊരുമയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ജാതിക്കാമല കൾച്ചർ ഫോറത്തിന്റെ നേതൃത്വത്തിലും ഇതുപോലെ ഒരു ചെറിയൊരു പരിപാടിയല്ല, ഇതൊരു വലിയൊരു പരിപാടിയാക്കി ചെയ്യുവാനായിട്ട് ജോബിക്ക് നല്ല മനസ്സ് തോന്നുകയും അതുപോലെ അവരുടെ ഒരു കൂട്ടായ്മയെ പ്രവർത്തിക്കുകയും ചെയ്തതിൽ പ്രത്യേകം ഞാൻ ആദ്യമേ തന്നെ ജോബിക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ ഇതുപോലുള്ള അവാർഡുകൾ കിട്ടിയവർക്ക് ഇതുപോലുള്ള അനുമോദനങ്ങൾ തരുമ്പോഴാണ് നമുക്കും ഇപ്പൊ അടുത്ത ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അതൊരു മോട്ടിവേഷനാണ്. ഇതുപോലെയുള്ള അവാർഡുകൾ കൊടുക്കുമ്പോൾ ഇപ്പൊ 10ല് ഇതുപോലൊരു അവാർഡ് കൊടുക്കുമ്പോൾ നാട്ടുകാർ നമ്മളെ ആദരിക്കുമ്പോൾ അവർക്ക് +2 അതുപോലെ തന്നെ ഒരു അവാർഡ് വാങ്ങിക്കാനായിട്ട് പ്രചോദനമാവും. അപ്പം അതുപോലെ തന്നെ ഞാൻ ആദ്യാക്ഷരം കുറിച്ച എന്റെ അംഗനവാടിയിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇങ്ങനൊരു പരിപാടി കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു.
गुजरात मराठा द्राविड उत्तर गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष मांगे गाधे तब जय गाथा जन गण मंगल